ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് വെറുതെ ഇടുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ യു കെയിലുണ്ടായ ഒരു ചെറിയ കൈപ്പേറി എക്സ്പീരിയൻസും കൂടെ പങ്കുവെക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു 8 മാസം ആവുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടാണ്. നമുക്ക് 1 ഇയർ അങ്ങനെ നാട്ടിലത്തെ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി ഈ 1 ഇയറിനുള്ളിൽ ഞങ്ങൾക്ക് ലൈസൻസ് എടുക്കണം എന്തായാലും. കാരണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ ഓരോരോ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ ഓരോരോ ഭാഗത്ത് ഓരോ സ്പീഡായിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ നാട്ടിൽ സ്ലോയിൽ പോകണമെന്നാണല്ലോ, സ്പീഡിൽ പോയാലാണല്ലോ പോലീസ് പിടിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത്. ഇവിടെ ഓരോരോ റോഡിൽ ഓരോരോ രീതിയിൽ ഉള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾക്ക് പോകണം. അപ്പോൾ അത് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഓരോ ബോർഡുണ്ട്, അതല്ലേ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അത് കാണിക്കും. അപ്പം നമ്മളത് നോക്കി തന്നെ വേണം പോകാൻ. ഇപ്പം 30-ൽ പോകണമെന്ന് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ബോർഡ് ഉണ്ടാവും 30. അപ്പോൾ അത് 30 മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാൻ. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ 40 ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ലണ്ടന് പോകുകയാണ്. ഞങ്ങളങ്ങനെ അധികം ദൂരേക്കൊന്നും ട്രാവൽ ചെയ്ത് പോയിട്ടില്ല. ഇവിടെ ഇട്ടാവട്ടത്തേക്കൂടെ ഉള്ള ഓടിക്കലേ ഉള്ളൂ. എൻ്റെ കെയർ ഹോമിൽ പോവും, പിന്നെ ഇച്ചയുടെ ജോലി സ്ഥലത്ത് പോവും, ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് പോവും. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രൈവ് ചെയ്യില്ല കേട്ടോ, ഹസ്ബൻഡ് ഓടിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ലണ്ടന് വണ്ടി ഓടിച്ച് പോവാണ്. അതിന് മുന്നേ ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടുണ്ട്, പക്ഷേ വണ്ടി ഓടിച്ച് ഫസ്റ്റ് ടൈം പോവാണ്. ഇച്ചയുടെ സിസ്റ്റർ ഉണ്ട് അവിടെ, ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് പോയി. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ദൂരം കാണും. അപ്പം ഞങ്ങളങ്ങനെ പോവാണ്. ഞങ്ങളിതൊക്കെ നോക്കി പോകുന്നത്, ഞാൻ നോക്കുന്നില്ല, ഇച്ച നോക്കിയാണ് പോകുന്നത്. ഞാനിവിടെ പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ് വണ്ടി. അങ്ങനെ നമ്മുടെ ഈ ഏരിയ ഒക്കെ കഴിഞ്ഞു. ലണ്ടൻ്റെ ആ ഭാഗം എത്തി. അവിടെ എത്തുമ്പോഴേക്കും നമുക്കറിയാം ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല, നമുക്കിങ്ങനെ ശാന്തമായിട്ട് പോവാം. പക്ഷെ ലണ്ടൻ ഇങ്ങനെ എത്തി വരുമ്പോഴത്തേക്ക് നമുക്കറിയാം വഴിയുടെ വീതി കൂടുന്നു. ഗൂഗിൾ മാപ്പിൽ റൗണ്ട് ബോട്ടം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇടവിട്ട് റൗണ്ട് ബോട്ടമാണ്. എൻ്റെ ദൈവമേ, നമ്മളൊരിക്കലും ഇതിനേക്കാളും തന്നെ നമ്മുടെ നാട്ടിലെ സിഗ്നലായിരിക്കും എന്ന്. കാരണം നമ്മൾ വഴി തെറ്റും, അതൊന്നാമത്തെ കാര്യം. ഒരു കുറേ റൗണ്ട് ബോട്ടംസ് ഉണ്ടായിരുന്നു, അതും വലുതാണ്. ഇപ്പം ഒരു റൗണ്ട് ബോട്ടത്തിൽ ഇപ്പോൾ ഒരു വഴി 2, 3, മാക്സിമം ഒരു 3 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് പക്ഷെ കുറേ ഉണ്ടാവും. അപ്പം നമ്മൾ കൺഫ്യൂസ് ആയി പോകും. ഗൂഗിൾ മാപ്പ് നോക്കുമ്പം ഇത് ഏതിലാണ് പോകേണ്ടത്, അങ്ങനെ നമ്മൾ ശരിക്കും കൺഫ്യൂസ് ആയി പോകും. അതുപോലത്തെ റൗണ്ട് ബോട്ടംസ് ആണ് നിറച്ചു പോകുന്ന വഴിക്ക് എല്ലാം. ലണ്ടൻ എത്തി വരുമ്പോഴേക്ക് ഫുള്ള് റൗണ്ട് ബോട്ടംസ് ആണ്. സിഗ്നൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഫുള്ള് റൗണ്ട് ബോട്ടംസ് ആണ്. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. ബൈ കാർ ആണെങ്കിൽ ലണ്ടൻ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഈ സ്പീഡെല്ലാം മെയിൻറ്റെയിൻ ചെയ്തും അങ്ങനെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലണ്ടൻ അടുത്തടുത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി. അതായത് കുറേ ബ്രാഞ്ചസ് ആണ്. റൗണ്ട് ബോട്ടംസ് എന്ന് പറയുമ്പോൾ അതിന് ചുറ്റും കുറേ ബ്രാഞ്ചസ് ആണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒന്നാമത്തെ തവണ വഴി തെറ്റി. അപ്പം ഞങ്ങൾക്ക് 18 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ എത്താനായിട്ട്. അവിടെ ആളീൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് 18 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ വഴി തെറ്റി കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ 48 മിനിറ്റ് ഇനിയുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ ഓൾറെഡി 11:30 സംതിങ് ആയി. കാരണം അതിന് മുന്നേ എത്തേണ്ടതാണ്. ഒരു 9:30 മാക്സിമം 10 ആകുമ്പോഴത്തേക്കും എത്തേണ്ടതായിരുന്നു. പക്ഷെ ഈ വഴിതെറ്റൽ കാരണം ഞങ്ങൾ എത്തുന്നില്ല. അപ്പോൾ അവർ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെയാണ്, നിങ്ങൾ നോക്കിയിരുന്ന് അവരുറങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി. അത്ര ശ്രദ്ധിച്ചിരുന്നാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എത്ര ശ്രദ്ധിച്ചിരുന്ന് നോക്കിയിട്ടും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വഴി തെറ്റി. അന്നേരം ഞങ്ങൾക്ക് ആകെ എത്രയാണ് 10 മിനിറ്റ് സംതിങ്ങോ, കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല, അത്ര കണ്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും എത്താനായിട്ട്. എത്താറായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അത് തെറ്റി കഴിഞ്ഞ് നോക്കിയപ്പോൾ 25 മിനിറ്റ് ഇനി എത്താൻ. അപ്പോഴേക്കും ശരിക്കും ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതുവരെ കളിഞ്ചിരിക്കുകയായിരുന്നു. പിന്നെ സൈലൻ്റായി. പിന്നെ ഇത് മാത്രം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു
എനിക്ക് ഇനി അതൊരു മൂഡ് ഓഫ് ആവണ്ട എന്ന് വിചാരിച്ച് ഞാൻ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി ലിറിക്സ് ഒക്കെ വെച്ച് കരോക്കെ ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ആളൊന്ന് ചില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആള് ശ്രദ്ധിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി ഓടിക്കുകയാണ്. അപ്പം നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ അവിടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം വിട്ടുപോയി. അത് നല്ല തിരക്കേറിയ റോഡാണ്. നമ്മൾ പക്ഷെ അത്ര സ്പീഡിലൊന്നും അല്ല പോകുന്നത്. ഒരു 40 ആണ് എന്നാണ് എൻ്റെ ഓർമ്മ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ്. അപ്പോൾ കാരണം സ്പീഡിൽ കത്തിച്ചു വിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ വഴി തെറ്റിക്കുന്നത് മൊത്തം. ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി പോകുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് ഒരു വണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യണുണ്ട്. ഞാനത് കാണുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അത് കാണുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് അതും കൂടെ കണ്ടിട്ടാണ് ആളൊന്ന് നെർവസ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ എടുക്കുന്ന ഷോർട്ട് കട്ടല്ല അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് പക്ഷെ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു വഴി തെറ്റി എൻ്റെ മൂഡ് ഓഫിൽ ഇരിക്കുന്നു വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആളെയും വിളിച്ചു. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കുകയാണ്, ഇതുവരെ എത്തിയില്ലല്ലോ, ഇത് എവിടെയാണൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഇനി 5 മിനിറ്റേ കാണിക്കുന്നുള്ളൂ, കുറച്ച് 5 മിനിറ്റേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കുന്നത് 5 മിനിറ്റും കൂടെ ഉള്ളൂ ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പോലീസ് സൈറൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കൂടെ അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ പോലീസിൻ്റെ. അപ്പം ഞങ്ങൾ കണ്ടു ബാക്കിൽ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് അടിച്ചിട്ട് ഞങ്ങളുടെ മുഖത്തോട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ കൂടെ ഏതോ പോലീസുകാർ പോകണമാണ്, അതും ഒതുക്കി കൊടുത്തേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി പതുക്കെ ഒതുക്കി. ഇവർ ഭയങ്കര ബാക്കിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഫ്ലാഷൊക്കെ അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വണ്ടി പതുക്കെ ഒതുക്കി കൊടുത്തു. അപ്പോഴേക്ക് ഒരു പോലീസ് വണ്ടി, കാറാണ്, ഒരു പോലീസിൻ്റെ കാറ് ഇങ്ങനെ ഞങ്ങളെ കടന്ന് പോയിട്ട് ഫ്രണ്ടിൽ വന്ന് ഞങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിന്നു, ബ്ലോക്ക് ചെയ്ത് നിന്നു. പിന്നെ അടുത്ത വണ്ടി ഞങ്ങളുടെ വലതുവശത്ത് വന്ന് ബ്ലോക്ക് ചെയ്ത് നിന്നു. ഇടതുവശത്ത് എന്തോ കാടായിരുന്നു തോന്നുന്നു, അതുകൊണ്ട് അവിടെ നിന്നില്ല. വലതുവശത്ത് വന്ന് ബ്ലോക്ക് ചെയ്ത് നിന്നു. ഒരു വണ്ടി ബാക്കിൽ നിന്നു. ഈ ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഈ അണ്ടർവേൾഡ് ആൾക്കാരെയൊക്കെ പിടിക്കാൻ വേണ്ടി പോലീസ് വരൂല്ലേ, ക്രിമിനൽസിനെയൊക്കെ പിടിക്കാൻ വേണ്ടി, അതുപോലെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ നടുക്ക്. അതിൽ നിന്ന് കുറേ പോലീസുകാർ ഇറങ്ങി വരുന്നു. എല്ലാത്തിൽ നിന്നും പോലീസുകാർ, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, ഇറങ്ങി വരുന്നു. അത് കണ്ടപാടെ പകുതി ജീവൻ പോയി. അപ്പോൾ ഇവർ വന്നിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടും അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അന്നേരം ഒരു അറ്റാക്ക് പോലെ കഴിഞ്ഞത് ശരിക്കും ഭാഗ്യം. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി വന്നു. ഞങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്ത്, ഇനി വന്ന വഴി ആരെങ്കിലും ഇടിച്ചിട്ടോ ദൈവമേ ഇത് എന്താണാവോ എന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് അവരിറങ്ങി വന്നിട്ട് കീ പൊക്കി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കീ പൊക്കി കാണിച്ചു. വണ്ടി എൻജിൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു. എൻജിൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങാമെന്നും പറഞ്ഞില്ല. ഇപ്പറേ 2 ലേഡീസ് പോലീസ് സ്റ്റാഫ്, പിന്നെ ഇവിടെ കുറച്ച് ആണുങ്ങൾ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു വണ്ടി നിങ്ങളെ കുറച്ച് നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ മുമ്പേ പോകുന്നുണ്ടായിരുന്നു. അവരുടെ ബാക്കിൽ, വണ്ടിയുടെ ബാക്കിൽ ഫോളോ മീന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്ന ഇപ്പം ഫോളോ മീന്ന് കാണിച്ചാൽ അവരെ ഫോളോ ചെയ്യാനാണ്, ഇത് പോലീസിൻ്റെ വണ്ടി ആണ്. അങ്ങനെയൊന്നും നമ്മളത് ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെ യൂസ്ഡ് ആയിട്ടില്ല ഇവിടെ വന്നിട്ട് ഇവരുടെ ആ കാര്യങ്ങളും ഒന്നും. അപ്പോൾ ഫോളോ മീന്ന് കാണിച്ചിങ്ങനെ ഒരു വണ്ടി പോകുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കത്തിയില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല നമ്മളാ വണ്ടി ഫോളോ ചെയ്ത് പോകണമെന്ന് ഉദ്ദേശിക്കുന്നതെന്നൊന്നും. ഇല്ല കണ്ടില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ 2-3 തവണ വഴി തെറ്റിയിരുന്നു, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ശ്രദ്ധിച്ചാൽ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താണ് കാര്യം എന്ന് വെച്ച് പറഞ്ഞു അവരെ പോലീസുകാരെ റോഡിലുണ്ടായിരുന്ന ഏതോ വണ്ടിക്കാരിയോ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്, അപ്പോൾ ഡ്രഗ്സ് വല്ലതും അടിച്ചിട്ടാണോ കുടിച്ചിട്ടാണോ പോകുന്നതെന്ന് സംശയമുണ്ട്. അടിപൊളി. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾ ഓൾറെഡി 2-3 തവണ വഴി തെറ്റിയായിരുന്നു, ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇന്ന അടുത്ത് പോകുന്നതാണ്, അപ്പോൾ എവിടെ പോകുന്നത്, എവിടെയാണ് അവർ താമസിക്കുന്നതൊക്കെ ചോദിച്ചു. ഓക്കെ, അങ്ങനെ ഒട്ടും റൂഡായിട്ടൊന്നുമല്ല കേട്ടോ അവർ സംസാരിക്കണേ, അത്യാവശ്യം മാന്യമായിട്ടാണ് സംസാരിച്ചത്.
അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സിസ്റ്ററിനെ കാണാൻ പോകുന്നതാണ്, ഞങ്ങൾക്ക് 2 തവണ വഴി തെറ്റി, ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ലണ്ടനിൽ വണ്ടി ഓടിച്ച് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത വള്ളി എന്താണെന്ന് വെച്ചാൽ, ഇച്ച എപ്പോഴും അത് പേഴ്സിലിട്ട് വെക്കുന്നുണ്ട്, ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ്. അത് എപ്പോഴും ഇട്ടേണ്ടിരുന്ന ആ ജീൻസ് അല്ല ഇട്ടുകൊണ്ട് വന്നത്. ജസ്റ്റ് ഞങ്ങൾ രാത്രിയാണല്ലോ പോകുന്നതെന്ന് വെച്ചിട്ട് വീട്ടിലിടുന്ന പോലത്തെ ഒരു ഡ്രസ്സ് മാറിയിട്ടിട്ടാണ് വന്നത്. അപ്പോൾ പോക്കറ്റിലാണ് ഈ സാധനം എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു അതിങ്ങനെ വീട്ടിലാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആ സമയത്ത് നന്നായിട്ട് ടെൻഷനായി, നന്നായിട്ട് പാനിക്കായി, ഊഹിക്കാമല്ലോ. അപ്പം ആ ഒരു പരാക്രമത്തിൽ നമുക്കത് കാണുന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നമ്മൾ ഇതിൽ ഊതണം, കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഊതണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ, എന്തായാലും കുടിച്ചിട്ടൊന്നുമില്ല, കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോൾ ഓക്കെ പറഞ്ഞു. ഈ ചെനെ കൊണ്ട് അത് ഊതിച്ചു. അതിലപ്പോൾ 0 ആണ് കാണിച്ചത്. അപ്പോൾ പെർഫെക്റ്റ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അതിനിട്ട് പറഞ്ഞു പക്ഷെ സ്റ്റിൽ ഞങ്ങൾക്ക് ലൈസൻസ് കാണണം എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് വൈഫിനെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടാലും മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആ പരാക്രമത്തിൽ തപ്പിയിട്ട് ഇതൊന്നും കാണുന്നില്ല. പിന്നെ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഇന്ത്യൻ ലൈസൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പം നിങ്ങളിവിടെ എത്തിയിട്ട് ഇപ്പം എത്ര നാളായെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അന്നേരം 6 മാസമായിരുന്നു കേട്ടോ, ഇതൊരു 2 മാസം മുന്നുള്ള സംഭവം, 6 മാസമായിരുന്നു. പറഞ്ഞു അത് കാണിക്കുന്ന എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് മതിയോ എന്ന് ചോദിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് കാണിച്ചു 2 പേരുടെയും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ 6 മാസമായിട്ടുള്ളൂ വന്നിട്ട്, ഇന്ത്യൻ ലൈസൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് അലോഡാണ്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ഭാഗത്തെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ലൈസൻസ് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കെട്ടിയവൻ ഒന്നും കൂടെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ ഒന്നുകൂടെ തപ്പുന്നത്. ആളത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതാളെപ്പോഴും എടുത്തിടുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ജാക്കറ്റിൽ എടുത്തിട്ടു. പക്ഷെ അത് ആ സമയത്ത് നമുക്കറിയാലോ ഒരു മിനി അറ്റാക്ക് വന്നിരിക്കുമായിരുന്നു ഞങ്ങൾ 2 പേരും. എന്തായാലും പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അതെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് വരാൻ കാരണം ഞങ്ങളൊരാളിങ്ങനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ റോഡിൽ നിങ്ങൾ നല്ല സ്പീഡിൽ തന്നെ പോകണം. കാരണം അത് ശരിയാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ നല്ല സ്പീഡിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിക്കും, വേറെ വണ്ടി വന്ന് ഇടിക്കും. ഞങ്ങൾ ആ വഴി തെറ്റേൻ്റെ അതിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വഴികളിൽ ഫോക്കസ് ചെയ്തിരുന്നതാണ് ഗൂഗിൾ മാപ്പിൽ. ഞങ്ങൾ നല്ല സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും കാണുന്നവർ ഡ്രഗ് അടിച്ചിട്ട് പോണതാണോ കുടിച്ചിട്ട് അങ്ങനെയാണോ എന്ന് വിചാരിക്കും. അപ്പോൾ അതാണ് ഞങ്ങളൊരാൾ വിളിച്ച് പറഞ്ഞത്, അതാണ് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നത് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ കുറേ നേരമായിട്ട് ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും സമാധാനമായത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇതിലിപ്പം ഫൈൻ ഇടാനോ അങ്ങനത്തെ ഒഫൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ പോലും നിങ്ങളൊരു കോഴ്സ് കൂടണം. എന്തോ ഒരു കോഴ്സിൻ്റെ പേര് പറഞ്ഞു. ആ കോഴ്സ് കൂടണം. ആ കോഴ്സ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. 100 പൗണ്ട്സ് ഫൈനും ഉണ്ടാവും, 3 പോയിന്റും ഉണ്ടാവും എന്ന് പറഞ്ഞു. പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചത് പോയിന്റ് കിട്ടുന്ന എന്തോ നല്ല കാര്യം എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ പോയിന്റ് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ ഈ കോഴ്സ് കൂടണം. പക്ഷെ കോഴ്സിന് 98 പൗണ്ടാണ്, കോഴ്സ് കൂടിയില്ലെങ്കിൽ 100 പൗണ്ടാണ് ഫൈൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇനി പോകേണ്ട വഴിയൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അറിയാം, ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അവർ ഓക്കെയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോയത്. അതാന്ന് തോന്നുന്നു അത്രയും, അല്ലെങ്കിൽ ഞാൻ വല്ല അറ്റാക്കം വന്ന് അവിടെ തന്നെ വീഴാൻ എനിക്ക് തോന്നുന്നു. അവരിത്രയും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കോഴ്സ് കൂടാനുള്ള ഒരു പോസ്റ്റ് നമുക്ക് വരും, അപ്പോൾ ഡേറ്റ് എടുത്ത് കൂടിയാൽ മതി എന്ന് പറഞ്ഞു. ഒരു 12:15 ഞങ്ങൾ എത്തിയപ്പം. അവസാനം 10 മണിക്ക് എത്തേണ്ടതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പക്ഷേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വന്നു, ഒന്നും നോക്കിയില്ല, നല്ല സ്പീഡിൽ തന്നെ വന്ന് പെട്ടെന്ന് എത്തുകയും ചെയ്തു കേട്ടോ. നമ്മളങ്ങനെ സ്പീഡ് എടുക്കാൻ പേടിക്കണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലായി. തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇതേപ്പറ്റി ഡിസ്കഷൻ നടത്തിയപ്പോഴാണെങ്കിലും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയ കാര്യം അതാണ്. കാരണം നമുക്കിങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾ അതിനെ എടുക്കണുള്ളൂ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ സ്ലോയിൽ പോയാൽ കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ടല്ലോ. സ്ലോ ആക്കി പോയാൽ മതി, സേഫാണ്, ഓക്കെയാണ്, ശരിയാണ്. പക്ഷെ നമ്മളിവിടെ ചില സ്ഥലങ്ങളിൽ ചില ഏരിയയിൽ ചെല്ലുമ്പോൾ കത്തിച്ചു വിട്ട് പോകേണ്ട സ്ഥലത്ത് കത്തിച്ചു വിട്ട് തന്നെ പോകണം.
അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അതോടെ മനസ്സിലായി. പക്ഷെ പിന്നത്തെ തവണ ഞങ്ങൾ ലണ്ടന് പോയപ്പോൾ ട്രെയിനിനിട്ടോ പോയത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഉള്ളൂ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതേപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇനി എങ്ങാനും ഞങ്ങളെപ്പോലെ ഇത് അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് സ്ലോയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി UK വരാനിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.